കൗൺസിലറെ ആക്ഷേപിച്ചു എന്നറിഞ്ഞുകൊണ്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്പോട്ടിലെത്തുകയും അന്ന് കണ്ടോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രദേശ സംഘർഷത്തിലേക്ക് പോകും, ബോധപൂർവം വിപിൻ സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപിനെ അവിടെ നിന്ന് മാറ്റി. കണ്ടോൺമെൻറ്റ് എ സിക്ക് ഉൾപ്പെടെ വിപിൻ്റെ ഇടപെടലുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഒരു 11:30 മണി മുതൽ വിപിൻ അവിടെ ഇല്ലായിരുന്നു. അത് മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു കൗൺസിലറെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അധിക്ഷേപിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ച് അറിഞ്ഞിട്ട് ഞാനവിടെ പോയി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എ സിയോട് പറഞ്ഞതുകൊണ്ടാണ് എ സി മാറ്റിയത്. അതിൽ സത്യമില്ലെങ്കിൽ എ സി അങ്ങനെ നിലപാടെടുക്കില്ലല്ലോ. ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുതിർന്ന നേതാവ് കൗൺസിലറുമായിട്ടുള്ള ഗിരികുമാർ അവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഈ വന്നവരൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരവും പ്രത്യേകിച്ചും വട്ടിയൂർക്കാവൊക്കെ ശാന്തമായിട്ട് പൊതുപ്രവർത്തനം നടന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ഓഫീസർമാരോട് പറഞ്ഞതിലപ്പുറം പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല. എന്നാൽ അതിനുശേഷം 2-3 ദിവസം മുമ്പ് മലമുകൾ നെട്ടയം പ്രദേശത്ത് അവിടെ ഈ ബിനു അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിനടുത്ത് പോയിട്ട് ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ, CPM പ്രവർത്തകൻ അവരോട് മോശമായിട്ട് സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമാണ്. ആ തർക്കത്തിൽ CPM ഒരു ഭാഗം പിടിക്കുകയായിരുന്നു. ഒരു ഭാഗം പിടിച്ചുകൊണ്ട് മലമുകൾ പ്രദേശത്ത് അവർക്ക് കുറച്ച് ശക്തിയുണ്ട്. BJPക്ക് നേരത്തെയൊക്കെ കുറച്ച് ശക്തി കുറവായിരുന്നു. എന്നാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെൻറ്റിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ആ കാച്ചാണി വാർഡ് ഞങ്ങൾ ലീഡ് ചെയ്യുകയാണ്. ഞാനൊക്കെ മുമ്പ് 2013-ലൊക്കെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ മലമുകൾ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആരുമില്ലായിരുന്നു, ഒരു ബോർഡ് വയ്ക്കാൻ പോലും ആരുമില്ല. വച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റുവാൻ. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ബിനു ഉൾപ്പെടുന്ന ആ പള്ളിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനു ഉൾപ്പെടുന്നവർ BJPയിലേക്ക് വരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ 2019 ആ പ്രദേശത്ത് നല്ല ലീഡ് കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യാസം വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടുകയും സ്വാഭാവികമായിട്ടും ബിനുവിൻ്റെ ഭാര്യയെ അധിക്ഷേപിച്ച് അറിഞ്ഞുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ CPM പ്രവർത്തകർ നേരെ അവിടെ ചർച്ചിനകത്തേക്ക് കയറി. നിങ്ങളൊക്കെ പല മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും വളരെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ചർച്ചിനകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്നുകൊണ്ട് കല്ലെറിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഫോണിൽ FIR ഉണ്ട്, അന്നെടുത്ത FIR. ആ FIRൽ അവസാനം പറഞ്ഞിരിക്കുന്നത് CPM പ്രവർത്തകരുടെ കല്ലേറിൽ പോലീസിന് പരിക്കേറ്റുവെന്നാണ് FIRൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ പോലീസ് തന്നെ കൃത്യമായിട്ട് ആദ്യമാണല്ലോ FIR രജിസ്റ്റർ ചെയ്യുന്നത്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ തന്നെ അവിടെ കാര്യം അറിയാൻ ചെന്ന BJP പ്രവർത്തകരെ, ബിനു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മർദ്ദിക്കും. അവിടെ സുജിത്ത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. സുജിത്തിനെ CIക്ക് നേരത്തെ അറിയാം. സുജിത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സമുദായത്തെ ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ട് സുജിത്തിൻ്റെ തലയ്ക്കാണ് അടിച്ചത്. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ക്യാമറമാന്മാരും റിപ്പോർട്ടർമാരും അറിയാമല്ലോ. ഒരു നിയമം അനുസരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ചെയ്യുന്നത് അവരെ ആ മോബിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം പറയും, അതിനുശേഷം റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാലിലോ ജലപീരങ്കി പ്രയോഗിക്കും. അതിൽ പിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അവർ മിനിമം ഫോഴ്സ് പ്രയോഗിക്കും. അത് ഒരാളുടെ തലയ്ക്കടിച്ചല്ലോ ഓടിക്കേണ്ടത്. കാലിലടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി ചാർജ് എന്ന് പറയും. ഈ സമയത്ത് ഇതാണല്ലോ വട്ടിയൂർക്ക നെറ്റയം ഭാഗത്ത്, അതിലപ്പുറം സംവിധാനമൊന്നുമില്ല. അപ്പോൾ നേരിട്ട് തലയ്ക്കടിച്ചിട്ട് 12 സ്റ്റിച്ച്. അങ്ങനെ സുജിത്ത് ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കും. അതിനുശേഷം പിറ്റേ ദിവസം ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കയറി ചവിട്ട് തുറന്നിട്ടാണ് കയറുന്നത്. ചവിട്ട് തുറന്ന് കയറി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ബിനു പരാതിക്കാരനാണ്. ബിനുവിനെ വിളിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ വയർലെസ് വെച്ച്, ദീപു പിള്ള, അയാൾ കണ്ടോൺമെൻറ്റ് SI ആണ്. അയാൾ വയർലെസ് വെച്ചിട്ട് നിങ്ങൾ ആ ബിനുവിൻ്റെ മുഖം ഒന്ന് കാണണം. വയർലെസ് വെച്ചിട്ട് മുഖം ഇടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ബിനുവിൻ്റെ മുഖം വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഞാൻ അന്ന് നന്ദവനം ക്യാമ്പിൽ വന്നിട്ട് ആ ബിനുവിൻ്റെ മുഖം കണ്ടിട്ടാണ് ആകെ ഞെട്ടിപ്പോയി. ഇടിച്ച് ഇവിടെ മുഴച്ചിരിക്കുക. അയാൾ ഇന്നലെ ഇന്നൊക്കെ കണ്ണാശുപത്രിയിലൊക്കെ ചികിത്സ കഴിഞ്ഞ് കിടക്കുക. അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് അധിക്ഷേപിച്ചത്. ഈ ദീപു പിള്ള വയർലെസ് സെറ്റ് വെച്ചിട്ട് നിരവധി പേരെ മർദ്ദിച്ചു. അതിനുശേഷം ഈ വനിതയെ ആക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ വനിതാ കൗൺസിലർമാരൊക്കെ അവരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇപ്പോൾ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് CPMൻ്റെ ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇന്ന് കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പ്രതിഷേധിച്ച് സമരം ചെയ്തൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയിട്ട്, അത് വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ ഇത് വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രകടനം നടത്തി. നിങ്ങളൊക്കെ അവിടെ മാധ്യമങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്താ അവിടെ ചെയ്തത്?
വനിതാ പ്രവർത്തകരുടെ പ്രകടനമാണെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചു. 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ട് അവരെ മുൻപിൽ നിർത്തി പുറകിൽ മുഴുവനും പുരുഷ പോലീസുകാരാണെന്ന്. അതിൽ നൗഫൽ എന്ന പോലീസുകാരൻ, ശക്തമായിട്ടുള്ള നടപടി നൗഫലിനെതിരെ എടുക്കണം. നൗഫൽ എന്ന പോലീസുകാരൻ വളരെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ പരാതി കൊടുക്കുന്നൊരു ശക്തമായ നിയമ നടപടികൾ നൗഫലിനെതിരെ എടുക്കണം. അതോടൊപ്പം തന്നെ ഒരു രാജേഷ്, ഒരു പോലീസുകാരൻ രാജേഷ്. അപ്പോൾ ഇവരൊക്കെ നിന്നിട്ട് വനിതാ പ്രവർത്തകരെ ശക്തമായിട്ട് കൗൺസിലർമാർ ഉൾപ്പെടെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. വനിതാ കൗൺസിലർമാരെയും വനിതാ പ്രവർത്തകരെയും ആക്രമിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ചാനലുകൾ പുറത്തുവിട്ട വിഷ്വൽസിൽ ഞാൻ ഏറ്റവും ഭയത്തോടെ കണ്ടൊരു കാര്യം, ജലപീരങ്കി ഉപയോഗിച്ചല്ലോ, അതിൽ നിന്ന് വന്ന വെള്ളം എന്താ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ പുറത്തോട്ട വിഷ്വൽസാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് പോലും ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, അതറിയണം. അത് എവിടെ നിന്ന് ഫില്ല് ചെയ്ത വെള്ളമാണ്, ആ വെള്ളം ഫില്ല് ചെയ്ത് ഏത് കുളത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ഏത് സമയത്താണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അണുബാധയേറ്റ വെള്ളം വനിതാ പ്രവർത്തകർക്ക് നേരെ ചീറ്റിയത്. ഇപ്പോൾ അവർ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ഇപ്പം മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. 2 മണിക്ക് അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്ത് കാണും. കാരണം പലർക്കും ഇന്നലെ രാത്രി ഒരാളിന് കാതിൻ്റെ ഡയഫ്രം തന്നെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ ഞങ്ങളൊക്കെ രാത്രി 12 മണിക്കും 1 മണിക്കും പോകുമ്പോഴേക്കും വേദന കൊണ്ട് പൊളയുകയാണ് ആറ്റുവല്ല ഹോസ്പിറ്റൽ. അതൊന്നും നടക്കില്ല. എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട വെള്ളം എടുത്തിട്ട് ഒരു വെള്ളം ചീറ്റയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇന്നലെ റെക്കോർഡ് ചെയ്ത് നോക്കൂ, ചെളി വെള്ളമാണ് വീഴുന്നത്. അത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇപ്പം വേനലാണ്, വെള്ളം കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇവരെ ജലപീരങ്കി പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡം. ശുദ്ധമായ ജലം ശേഖരിക്കണം. ഇവരൊക്കെ ജനപ്രതിനിധികളല്ലേ, മനുഷ്യരല്ലേ, സ്ത്രീകളല്ലേ. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചീത്തയായ വെള്ളം, അണുബാധയേറ്റ വെള്ളം കൗൺസിലർമാർക്കെതിരെ പ്രയോഗിച്ചതെന്ന് മറുപടി പറയാൻ വേണ്ടി പോലീസ് തയ്യാറാകണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഈ ഭ്രാന്തമായ ആവേശത്തോടെ ജനങ്ങളെ ആക്രമിക്കുന്ന 2-3 SI-മാരെയും CI-മാരെയും ഇറക്കി നാട്ടിലോട്ട് വിട്ടിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം താർക്കാനാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇതിൽ സുജിത്തിനെ മർദ്ദിച്ച വിപിനെതിരെ പട്ടികജാതി നിയമപ്രകാരം കേസെടുക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ അവർക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണുബാധയേറ്റ വെള്ളം വനിതകൾക്ക് നേരെ, വനിതാ കൗൺസിലർമാർക്ക് നേരെ വെള്ളം പ്രയോഗിച്ചതിൽ, ജലപീരങ്കി പ്രയോഗിച്ചതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇന്ന് ഞാൻ ഒരുപാട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ പോലീസുകാർ കടിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തുന്ന ആദ്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്ന് പഠിപ്പിച്ച, ഏത് ക്യാമ്പിലാണ് കടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നത്? നിങ്ങൾ DGPയോട് ചോദിച്ചു നോക്കണം. സമരം ചെയ്യുന്നവരെ കടിച്ചു തോൽപ്പിക്കണം എന്ന് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് ക്യാമ്പിലാണ്? അങ്ങനെയാണെങ്കിൽ അറിയണമല്ലോ. അങ്ങനെ ട്രെയിനിങ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ട്രെയിനിങ്ങിനെതിരെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി വേറൊരു കാര്യം ചെയ്യട്ടോ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലിയുള്ളൊന്ന് ഷെൽട്ടർ പണിയൊക്കെ. ഞങ്ങൾ ചിലപ്പോൾ ഷെൽട്ടർ പണിയേണ്ടി വരും ഈ കടിക്കുന്നവർക്ക്. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയുള്ളൊന്ന്. ഈ നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കടി കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട്. മാത്രമല്ല പുരുഷ പോലീസുകാർ കടിച്ചു എന്നാണ് ഈ വിക്ടിംസ് പറയുന്നത്. അത് പരിശോധിക്കണം. അവരൊക്കെ തന്നെ ചികിത്സയിലാണ്. അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പോലീസ് സംവിധാനം ഇത്രയും പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്ക് പോയാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശക്തമായിട്ട് പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് നേരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രവർത്തനത്തിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. രാഷ്ട്രീയം ഭരണപരവുമായി ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ഇടപെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭ്രാന്തമായിട്ടുള്ള ആവേശം കാണിക്കുന്ന പോലീസുകാരെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെയൊന്നും പറയുന്നില്ല, ചില ആക്ഷനുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ കാണിക്കുന്നവർ ഓർത്താൽ നന്നായിരിക്കും. അങ്ങനെയൊക്കെ കാണിക്കാൻ പാടില്ല എന്ന്. അല്ലെങ്കിൽ പരിമിതികളുകൊണ്ട് വേറൊന്നും പറയുന്നില്ല. കടിക്കുക മാത്രമല്ല, നിങ്ങൾ ഈ വനിതാ കൗൺസിലർമാരെ കണ്ടു നോക്കുക, അവരുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഈ പറഞ്ഞ പേരുകാരൻ ഈ നൗഫൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മാധ്യമപ്രവർത്തകർ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഈ കൗൺസിലർമാരെ കാണുക. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിലപ്പുറം ഉണ്ട്. അവരുടെ പരാതിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കടിക്കുകയും ചെയ്തിട്ട് ശരീരത്തെ സ്പർശിക്കുകയും ചെയ്തിട്ട്. ഞങ്ങൾ ചോദിക്കുന്നത്, വനിതകളെ മർദ്ദിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ വേണ്ടി പുരുഷ പോലീസിന് എന്താണ് അധികാരം? വനിതകളുടെ മാർച്ചാണെന്ന് തലേ ദിവസം തന്നെ അറിയിച്ചിട്ടും 5 വനിതാ പോലീസുകാരെ നിർത്തിയിട്ട് ബാക്കി മുഴുവൻ പുരുഷ പോലീസുകാരായിരുന്നു. ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത്? ആയിക്കോട്ടെ, അത് കേസ് എടുത്തോട്ടെ, അന്വേഷിച്ചോട്ടെ. അപ്പോൾ കടിച്ചു എന്ന് സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ,
അല്ല കടിച്ചോ ഇല്ലയോ? അപ്പോൾ മനോരമയുടെ ലേഖനം ഉണ്ടോ? മനോരമയിൽ ആരെങ്കിലും ഉണ്ടോ? ചാനലിൻ്റെ ആരെങ്കിലും ഉണ്ടോ? സനകയിരിക്കല്ലേ? മനോരമ എന്നത് ശരിയാണല്ലോ, മനോരമയിൽ വന്നത് ശരിയാണല്ലോ. തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അല്ല, കടിച്ചു മനോരമ എന്നത് ശരിയാണല്ലോ സനക, കടിച്ചു എന്നുള്ളത് ശരിയാണല്ലോ. ശരി, അപ്പം കടിച്ചു എന്ന് നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു. കടിക്കുന്ന ചിത്രമാണോ വന്നിരിക്കുക? ആ ഫോട്ടോ എടുത്തത്, ചിത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത മനോരമയുടെ ഫോട്ടോഗ്രാഫറല്ലേ? പുരുഷ പോലീസ് കടിച്ചു, നിങ്ങൾ കാര്യം ചെയ്യൂ. അല്ല, കടിച്ചല്ല പുരുഷനാണ് കടിച്ചത്. പുരുഷ പോലീസുകാർ കടിച്ചു എന്നുള്ള പരാതിയാണ് കൗൺസിലർമാർക്കുള്ളത്. അത് വസ്തുതയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഞാൻ പോയി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിൽ പോയി ഇവരുമായിട്ട് സംസാരിച്ച് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചത്. ഇന്നലെ ഞാൻ വിളിച്ചില്ലല്ലോ. ഇന്നലെ രാത്രി 11-12 മണി വരെ മർദ്ദനമേറ്റ ഓരോ കൗൺസിലർമാരെയും മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പോയി കണ്ട് ഓരോരുത്തരോടും ചോദിച്ച് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുരുഷ പോലീസുകാർ കടിച്ചിട്ടുണ്ട്. ഈ നൗഫൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ മാർച്ച് നടന്നിടത്ത് നൗഫലിന് എന്താണ് കാര്യം? ഈ രാജേഷിന് എന്താണ് കാര്യം? എന്താ തിരുവനന്തപുരത്തുള്ള ക്യാമ്പിൽ വനിതാ പോലീസുകാരും ഇല്ലേ? അവരെല്ലാം മാഞ്ഞു പോയോ? ഒരു 250 മഹിളാ മോർച്ച പ്രവർത്തകരെ, കൗൺസിലർമാരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വനിതാ പോലീസൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനം പിരിച്ചു വിടട്ടെ. കടിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അത് DGP ഉൾപ്പെടെയുള്ളവർ മറുപടി പറയണം. തീർച്ചയായിട്ടും. പിന്നെ അതും അതിലപ്പുറവും പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേശീയ പട്ടികജാതി കമ്മീഷനിലേക്ക് പോകുന്നുണ്ടെന്ന്. ആക്ഷൻ എടുക്കാം എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രാൻസ്ഫറായി വന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിൻ്റെ മേധാവികൾക്ക് കഴിയുന്നില്ലെന്നാണ് ഞങ്ങൾ നടത്തിയ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. കാരണം ഞങ്ങൾ വന്നിട്ട് ഇത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാം എന്നുള്ള ധൈര്യത്തിലും അഹങ്കാരത്തിലുമാണ് വന്നതെങ്കിൽ ഈ BJP എന്നുള്ള പ്രസ്ഥാനം നെട്ടയത്ത് മാത്രമല്ല എന്നാണ് ആ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെടുത്ത പത്രസമ്മേളനത്തിൽ ഏതോ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചിരുന്നു കാര്യം. അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് BJP പ്രവർത്തകരും അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത്. അവിടെ CPM ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വരും. കൂടുതലും അവരാണ് മാധ്യമപ്രവർത്തകരെയൊക്കെ. പണ്ട് ഷാജഹാനെയൊക്കെ കൈയേറ്റം ചെയ്ത് ജയരാജനല്ലേ, അവരാണ് സാധാരണ ഇവരെയൊക്കെ തല്ലുന്നത്. അല്ല, എനിക്കറിയില്ല. സാധാരണ മാധ്യമപ്രവർത്തകരെ ഉപദ്രവിക്കുന്നത് കടക്കു പുറത്തുനിന്നൊക്കെ പറയുന്നത് CPM നേതാക്കന്മാരാണ് സാധാരണ. ആ ദൃശ്യം ഞാൻ കണ്ടില്ല, കണ്ടിട്ട് മറുപടി കാണാൻ പറ്റില്ല. കാണാം സെനറ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചെന്നാക്കുള്ള. നിങ്ങൾ കണ്ടു നോക്കത്. തീരുന്നവരെ തുരുമ്പായിരുന്നാ? ഞാൻ പോലീസിൻ്റെ ടാങ്കിൽ തീരുന്നത് വരെയും തുരുമ്പായിരുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ മാറ്റണം. ഇനി പൈസയിലെ നമുക്ക് പൈസ കടിപ്പാം. പോലീസിൻ്റെ ടാങ്കിൽ തീരുന്നവരെ തുരുമ്പായിരുന്ന? തീരുന്നവരെ അതുപോലത്തെ വെള്ളമാണല്ലോ. ഇത് ബോധപൂർവ്വം അണുബാധയേറ്റ വെള്ളം കൊണ്ടുവരികയായിരുന്നു. പിന്നെ തുരുമ്പെന്നാ പറയാൻ പറ്റില്ല. എന്തെന്നറിയോ? ഇത് 6 മാസം മുമ്പ് ശേഖരിക്കുന്ന വെള്ളമല്ല. ജലപീരങ്കി ഉപയോഗിക്കേണ്ട ദിവസം രാവിലെ പോയി അന്ന് രാവിലെ ഇത്ര മണിക്കൂറിന് മുമ്പേ വെള്ളം ശേഖരിക്കാവുള്ളൂ എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വെള്ളം തുരുമ്പിൽ വരണമെന്നുണ്ടെങ്കിലൊക്കെ കുറേ ദിവസം മുമ്പ് എടുത്തിടണം. അതൊന്നും നമ്മളോട് പറയണ്ട. ഞങ്ങളിപ്പോഴാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഈ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടും കുളിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അതാണ് സത്യത്തിൽ അത് ഒഴിവാക്കേണ്ടായിരുന്നു. മനുഷ്യന് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുന്നില്ല. അതായത് ഇതുപോലുള്ള ഏതെങ്കിലും മൂലക്കിരുത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലോ ആൻഡ് ഓർഡറിൽ കൊണ്ടുവിടുന്നതിൻ്റെ പ്രശ്നമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനൊക്കെ തന്നെ കോമൺ സെൻസ് ഇല്ലാത്ത, നിയമം അറിയില്ലാത്ത ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നടത്തിയില്ലേ നേരത്തെ കോപ്പി അടിച്ചവരൊക്കെ, ഈ ടൈപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കുന്നതിൻ്റെ ഫലമാണ് ഒരു ഗവൺമെൻറ് അനുഭവിക്കുന്ന, ഒരു ജനം അനുഭവിക്കുന്ന ജനത. ഇവരൊക്കെ സർവീസ് കയറി അവരെ പിരിച്ചുവിടാൻ പറ്റില്ലേ? അതിൽ മൂലക്കിരുത്തണം, വല്ല ഫയലൊക്കെ നോക്കാനോ പൊടിയടിക്കാനൊക്കെ. ഞാൻ പറയുന്നത് BJPയുടെ പ്രവർത്തകർ, ഞാൻ ആ വിഷ്വൽസ് കണ്ടില്ല. അല്ല, മാധ്യമപ്രവർത്തകരെ രണ്ട് കാര്യങ്ങളാണ് സാറേ. ഞാനൊരു കാര്യം പറയാം. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മാധ്യമപ്രവർത്തകരെ ഒരു കാരണവശാലും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ അവരുടെ ശാരീരികമായിട്ടോ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ജനറൽ പോളിസിയാണ് BJPക്കുള്ളത്. ദേശീയ തലത്തിൽ തന്നെ. നിങ്ങൾ ദേശീയ തലത്തിൽ BJPയുടെ ഏതെങ്കിലും ഇത്രയും കാലം ഞങ്ങളുടെ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെയോ മാധ്യമ സ്ഥാപനത്തെയോ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസിയിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മെമ്പർഷിപ്പുള്ള ലക്ഷക്കണക്കിന് നേതാക്കന്മാരുടെ പാർട്ടിയാണ് എവിടെയെങ്കിലും ചെയ്തിട്ട്. ഇതാണ് ജനറൽ പ്രിൻസിപ്പിൾ. പിന്നെ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകർ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പരമാവധി സത്യസന്ധമായ വാർത്തകൾ കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. എവിടെയെങ്കിലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതാണെന്ന് വ്യക്തിപരമായിട്ട് അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നതല്ല. എന്നാരും പറഞ്ഞില്ല. അങ്ങനെയല്ല. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പറയാൻ പാടില്ല. സനകം പറഞ്ഞ പോലെ ആരും പറയാൻ പാടില്ല. മാധ്യമപ്രവർത്തകർ, ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനങ്ങൾക്കും
മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ അവരവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതിൽ ആരും ഇടപെടാൻ പാടില്ല. നിങ്ങളിങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും പൊതുരംഗത്തൊക്കെ തന്നെ ചില സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില സാഹചര്യങ്ങൾ ചില സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. നമുക്കെല്ലാവർക്കും പരസ്പരം നമുക്കറിയാമല്ലോ. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓഫ് ദ റെക്കോർഡ് ഞാൻ ചില സംഭവങ്ങൾ പറയും. അല്ല ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന വാർത്തയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതാണ്. നമ്മൾ ഒരു മാധ്യമപ്രവർത്തകനെയോ, ഞാൻ അടിവരയിട്ട് പറയുന്നു പ്രവർത്തകയെയോ, നമ്മൾ അവർക്ക് വേദനയോ വിഷമോ ഉണ്ടാക്കുന്നതിലൊന്നും വിമർശിച്ചിട്ടില്ല. കാര്യങ്ങൾ സംസാരിച്ചിട്ട് വസ്തുത അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലീസുകാർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ചോദിച്ചു, നിർത്താം. തീർച്ചയായിട്ടും കുടിവെള്ള പ്രതിസന്ധി പരിഹാരം ഉണ്ടാക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു ഇതൊരു ചർച്ചയാവണം. കുടിവെള്ള പ്രതിസന്ധി തിരുവനന്തപുരത്തും കേരളത്തിലും വലിയ ചർച്ചയാവണം. കാരണം എന്താ പറയുമോ, 1000 ലിറ്റർ വെള്ളം, അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്നും കൊണ്ടുവന്നാൽ 600 ലിറ്ററേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഇതെവിടെയാണ് പാളിയത്? ആ പ്രശ്നം പരിഹരിച്ചാൽ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നമേ ഉണ്ടാവുകയില്ല. ഞങ്ങളിപ്പോൾ 210 ഉദ്ദേശം, ചില ദിവസം വ്യത്യാസം വരും, ടാങ്കറുകൾ കോർപ്പറേഷൻ വാടക കൊടുത്ത് നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ശ്രദ്ധയിൽ അങ്ങനെ ടാങ്കറുകൾ എത്തണമെന്ന് പറഞ്ഞാൽ 2000 മുതൽ 20,000 ലിറ്ററിൻ്റെ വരെ ചെറുതും വലുതുള്ള ടാങ്കറുണ്ട് അതിലെത്തി. അതെ, പൈപ്പുകൾ പ്രവർത്തിക്കേണ്ടതാണ്. ജല അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. നമ്മൾ ബില്ലടയ്ക്കുന്ന ജല അതോറിറ്റിക്കാണ്, അവരാണ് ശരിയാക്കേണ്ടത്. തീർച്ചയായിട്ടും. ആ കിയോസ്കാണോ, ഏതാണ് അമൃതത്തിൽ ഉൾപ്പെടുത്തി? ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നേരത്തെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ഇതിൽ പ്രശ്നം പൈപ്പില്ലാത്തല്ല, പ്രശ്നം പൈപ്പിലൂടെ വെള്ളം വരാത്തതാണ്. അത് കൊണ്ടുവരേണ്ടത് വാട്ടർ അതോറിറ്റിക്കാണ്. അതിൻ്റെ മെഷീനറി ഉള്ളത്, അതിനാണ് മന്ത്രി ഉള്ളത്, അതിനാണ് ജലവിഭവ മന്ത്രാലയം ഉള്ളത്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അക്കാര്യങ്ങൾ ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഇത് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നതല്ല, മേയർ എന്നുള്ള നിലയ്ക്കുള്ള ചുമതലയേറ്റതിന് ശേഷം കൃത്യമായിട്ട് നിരന്തര ഉദ്യോഗസ്ഥരുമായിട്ട് സമ്പർക്കം ഉള്ളതുകൊണ്ട് പിന്നെ പഠിച്ചതിന് ശേഷം പറയുകയാണ്, തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും എത്തുന്നില്ല, അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലം ആകുമ്പോഴേക്കും ആൾക്കാർ കൂടുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഫോഴ്സ് കുറയും. ഇനി ശുദ്ധീകരണ പ്ലാന്റിലേക്ക് 600 ലിറ്റർ എത്തുള്ളൂ, 1000 കൊണ്ടുവന്നാൽ അവിടെ നിന്ന് പിന്നെ ഈ കോർപ്പറേഷൻ്റെ പല ഭാഗത്തേക്കും പോകുമല്ലോ, അതിലും ലീക്കേജ് ഉണ്ട്, അപ്പോൾ വീണ്ടും കുറയും. അപ്പോൾ നമുക്കിവിടെ എത്തുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നു. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഇപ്പം നെയ്യാർ ഡാം ഇതുവരെയും പറ്റിയിട്ടില്ല എന്നാണ് ഉള്ളത്. അപ്പം നെയ്യാർ ഡാമിൽ നിന്നുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അരുവിക്കരയിൽ വൃഷ്ടിപ്രദേശത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി കൂടുതൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കുമോ? നമുക്ക് പൈപ്പ് എന്താണ് വ്യത്യാസം വരുത്താൻ സാധിക്കും? ഏത് സ്ഥലം വരെ പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്? ഇതിനെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെ ഇടപെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായി ഇരുന്ന് വലിയൊരു ചർച്ച നടത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ 2 വർഷം, മിനിമം 2 വർഷം കഴിഞ്ഞാൽ തീരും. ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നാൽ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കും. ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ചർച്ച ഒരു പരിശോധന. അവസാനം ചോദിച്ച ഒരു അടിയന്തരം എന്നുള്ള വാക്കിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. എനിവേ, നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ അത് എപ്പോൾ ഇടപെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിൻ്റെ സമയം പറയാം. പക്ഷേ ആ ഇടപെടുന്ന സമയത്ത് മാധ്യമങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്ന നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണ ആയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉണ്ടാകണം. ആരിട്ട് ചേച്ചിയുടെ ഒപ്പീനിയൻ, അവരുടെ സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്രയും കാലത്തെ വിലയിരുത്തലും വെച്ചാൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് തന്നെ ശ്രീലത ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒപ്പീനിയുടെ സാധനങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വേറൊരു പോസ്റ്റ് ഇട്ടോ. ഓക്കെ, അല്ലല്ല, അങ്ങനെ BJP നേതാവിൻ്റെ ഒന്നുമല്ല. BJP ഞാൻ പറയാം, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിൽ ഏതൊരു സ്ഥാപനത്തിലായാലും ശരി തന്നെ ചില കണ്ടെത്തലുകൾ നടത്തി കഴിഞ്ഞാൽ ആ കണ്ടെത്തലുകളനുസരിച്ച് നടപടികൾ സ്വീകരിക്കും. ആ നടപടി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല, അത് ഹെൽത്ത് സെക്ഷനിൽ അന്വേഷിക്കും. ഞാൻ പോയല്ലേ പരിശോധിച്ചു. അല്ല, എനിക്ക് മേയർക്കൊരു ഇൻഫർമേഷൻ വരുന്നു. മേയർ ഹെൽത്ത് സെക്ഷനും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചിട്ട് അത് പരിശോധിക്കാൻ പറയുന്നു. പരിശോധിച്ച സമയത്ത് ചില അനോമലീസ് അവർ കണ്ടെത്തുന്നു. ആ നോർമൽ ഞാൻ പിന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മേയർ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം ലക്ഷക്കണക്കിന് സ്ഥാപനം നടക്കുന്നുണ്ട്, എല്ലാത്തെക്കുറിച്ചും ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. ഒരു മേയർക്ക് അതിൻ്റെ എല്ലാം പുറകെ ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തു. ആ പറഞ്ഞതിൽ ചില വസ്തുത ഉണ്ടെന്ന് കണ്ടെത്തി അവരതിൻ്റെ വല്ല ആക്ഷൻ എടുത്തു. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. ഓക്കെ.